പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, തിരുവോസ്തിയിൽ നിന്നെ ഞങ്ങൾ കണ്ട് നിന്നെ ആരാധിക്കുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂർ താപ ഞങ്ങളുടെ മേൽ നിന്റെ അനന്തമായ വലിയ കരുണ ചൊരിയുന്ന സമയം, നിന്നെ പൂർണ്ണമായും നിന്റെ നന്മയിലും സ്നേഹത്തിലും കരുണയിലും ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ലോകം മുഴുവനും വേണ്ടി അങ്ങ് നൽകിയ ആ വലിയ കരുണ ഈ ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കരുണയുടെ തിരുമണിക്കൂർ കർത്താവിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും മനുഷ്യവംശത്തിൻ്റെ അവസാന പ്രതീക്ഷയായ ദൈവകരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമായിട്ടുള്ള നമ്മുടെ പരിശ്രമം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങൾ ഭാഗ്യപ്പെട്ടതായി മാറും. അവർ വലിയ ബോധ്യത്തോടെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിലും കാരുണ്യത്തിലും ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. കർത്താവിൻ്റെ തിരുപ്പിറവി എന്തുമാത്രം അർത്ഥമുള്ളതാകണം, എന്തുമാത്രം കൃപയുള്ളതാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയ ദൈവീക പദ്ധതി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യവംശം ഒരിക്കലും നശിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവം എടുത്ത തീരുമാനമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ. മനുഷ്യവംശത്തോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനം കാണാൻ പറ്റും. യെശയ്യായുടെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈശോയെക്കുറിച്ചുള്ള ഈ ഒരു പ്രവചനമാണ് പിന്നീട് മത്തായി ശ്ലീഹ എടുത്ത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ പരിചയപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ടും അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്നറിയപ്പെടും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ, മനുഷ്യവംശത്തോട് കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വചനത്തിൽ കാണുക. അതായത് മനുഷ്യനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനും അവനെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവനെ ചതിക്കാനോ വഞ്ചിക്കാനോ ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണ്. അവൻ്റെയൊക്കെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും വേദനകളിലും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലും അവൻ്റെ കൂടെ നടക്കുന്ന ദൈവം. ഈ ഒരു ദൈവത്തെ നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കണം, സ്വീകരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹവും പദ്ധതിയുമാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത് ഈശോ കുരിശിൽ കിടന്നപ്പോഴാണ് എന്ന് തോന്നുന്നില്ല. യൂദാസ് 12 ശിഷ്യന്മാരിൽ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴാണെന്നില്ല. തൻ്റെ 12 ശിഷ്യന്മാരും ഈശോയുടെ പീഡാസഹനത്തിൻ്റെ സമയത്ത് ഓടി ഒളിച്ചപ്പോൾ ഈശോയ്ക്ക് അത്രമാത്രം വേദന ഉണ്ടായി കാണത്തില്ല. പക്ഷെ ഈശോയ്ക്ക് വേദന ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാം തിരുവചനം പറയുന്നു, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് ദൈവം വന്നപ്പോൾ ദൈവത്തെ സ്വീകരിച്ചില്ല എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. അതായിരുന്നു കാരണം ഒരാൾ തള്ളിപ്പറയുന്നതോ മറ്റുള്ളവർ കളിയാക്കി പറയുന്നതോ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കൂടെ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേലായ ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ആയിരുന്നപ്പോൾ അവനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ പോയി, അവനെ മനസ്സിലാക്കാതെ പോയി, അവനെ അംഗീകരിക്കാതെ അവനെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുകയാണ്, അവനെ സ്വീകരിച്ചവർ, അവനെ അംഗീകരിച്ചവർ, ക്രിസ്തുവായിട്ട് അംഗീകരിച്ചവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച കാര്യം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം എന്നത് അവർ ദൈവമക്കളായി മാറി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറുക. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കർത്താവിൻ്റെ കൂടെയുള്ള കൂട്ടവകാശികളുമാണ് നമ്മൾ ഓരോരുത്തർ. ഒരു വലിയ അധികാരത്തോടെ, അവകാശത്തോടെ, ശക്തിയോടെ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ കൃപയാണ് കർത്താവിനെ അംഗീകരിക്കുമ്പോൾ ദൈവമക്കളുടെ പദവി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്രിസ്തുമസിനായിട്ട്, തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും അവനെ രാജാവും രക്ഷകനുമായിട്ട് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളുടെ വലിയ സൗഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും വാതിലുകൾ തുറന്നിടാനായിട്ട്, ക്രിസ്തുവിനെ സ്വീകരിക്കാനായി വാതിലുകൾ തുറക്കുമ്പോൾ പലപ്പോഴും നമ്മളുണ്ടാക്കുന്ന പുൽക്കൂടുകളുടെയും വീടുകളുടെയൊക്കെ വാതിൽ തുറന്നിടും. പക്ഷേ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ആ ഒരു വലിയ സ്നേഹവും ചൈതന്യവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. വചനം പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമാണ്. സമാധാനമായ ക്രിസ്തു, സ്നേഹമായ ക്രിസ്തു, കരുണയായ ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഓരോ ക്രിസ്തുമസും നമുക്കൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് മാറും. നമ്മൾ കൊണ്ടാടുന്ന ആഘോഷങ്ങൾക്കൊക്കെ വലിയ അർത്ഥം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഈ ഒരു വലിയ തിരുപ്പിറവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. എപ്രകാരമാണ് ഞാൻ എൻ്റെ ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരാളെ ഏറ്റവും അടുത്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും ആ വ്യക്തിയെ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. എന്തുമാത്രം ആഴത്തിൽ മനസ്സിലാക്കുന്നോ അത്രമാത്രം ആഴത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ഒരാളെ ഇന്ന് മുതൽ ഈ സമയം മുതൽ സ്നേഹിക്കാൻ പറഞ്ഞ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓരോ വ്യക്തിയെ എന്തുമാത്രം കുറവുകളുള്ളവനാണെങ്കിലും എന്തുമാത്രം പോരായ്മകളുള്ളവനാണെങ്കിലും ആ വ്യക്തിയെ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങുമ്പോൾ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെ അറിയുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും പരമമായ ആ ഒരു വലിയ ഒരു ലക്ഷ്യം തന്നെയാണ്. അവൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് ക്രിസ്തുവിനെ അറിയുക. ക്രിസ്തുവിനെ അറിയുന്നവന് മാത്രമേ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്രകാരം കർത്താവിൻ്റെ ആ ഒരു വലിയ കരുണ മനുഷ്യവംശത്തോട് പാപികളായിരിക്കെ നമ്മളെ വീണ്ടെടുക്കുവാനായി ദൈവം കാണിച്ച ആ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും ഒരിക്കലും പിരിയാതെ ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വരുന്ന ഈ സമയത്ത്, ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ദിവ്യകാരുനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കും. ഈശോ ഈ പ്രാവശ്യം ജനിക്കേണ്ടത് ഞാൻ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളിലോ
എൻ്റെ കുടുംബത്തിലുണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടുകളിലൊന്നുമല്ല, മറിച്ച് അതിനേക്കാളും ഉപരിയായി എൻ്റെ ഹൃദയത്തിൽ ഈശോ പിറക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ സമൃദ്ധമായി ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള കരുണയാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ യഥാർത്ഥ അനുതാപത്തോടെ, യഥാർത്ഥ തിരിച്ചറിവുകളോടുകൂടെ കർത്താവെ, നിന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്നെ പ്രഘോഷിക്കുവാനും നിന്റെ കരുണയും സ്നേഹവും ഒക്കെ പ്രഘോഷിക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെ മാറ്റണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തെ മുഴുവനായും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് കരുണ ചൊരിയുന്ന സമയം ഓരോ പാപിക്കും അർഹതപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ. ആ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയിൽ നമ്മൾ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരുക്കം ഏറ്റവും പ്രധാനമായിട്ടും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. വചനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വായിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ഈശോയെ, ഈ ഒരു ക്രിസ്മസ് ഒരു വലിയ അനുഭവമാക്കി മാറ്റണമേ. നിന്റെ കൃപ ലഭിക്കുന്ന വലിയ അനുഗ്രഹമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ തരുന്ന വലിയ സമാധാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കഷ്ടതകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഭാരപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അങ്ങനെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്റെ വലിയ കരുണ ചൊരിയണമേ. നിന്റെ കരുണക്കടലിൽ അവരുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനപാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ ഉപേക്ഷിച്ച് ദൈവമില്ല എന്നുള്ള വലിയ ചിന്തയിൽ ഈ ലോകത്തിൽ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം കർത്താവെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ കരുണക്കടലിൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് ഇതിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, കാര്യസ്ഭവനെയും കാര്യസ്ഭവനിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം അങ്ങനെ കരുണയുടെ കീഴിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ കൊല്ലം പുല്ലിച്ചിറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബിൾ കൺവെൻഷനെയും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.